അന്വേഷണം ഊർജിതപ്പെടുത്താം എന്ന് സമ്മതിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും കാര്യമായ പുരോഗതിയൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. 3 ദിവസം മുമ്പ് ഈ 2 വിഷയം വെച്ചുകൊണ്ട് കണ്ണൂർ SP-ക്ക് ഒരു പരാതി ഞാൻ നൽകിയിരുന്നു. ആ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കുക എന്നതും അതോടൊപ്പം തന്നെ അന്വേഷണം ത്വരിതപ്പെടുത്തുക എന്നതും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ടത്. വന്നപ്പോൾ DYSP സ്ഥലത്തില്ല. SHO-വിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. SP-യെ ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഊരുവിലക്ക് കൽപ്പിക്കുന്ന നിലയിലേക്കുള്ള ചില നീക്കങ്ങൾ ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. കണ്ണൂരിലെ ഫോട്ടോഗ്രാഫറായ സർഗം ദാമു ഈ ബൈക്ക് കത്തിച്ച അതിൻ്റെ ഉടമയായ പ്രസന്നൻ്റെ ഇളയച്ചൻ കൂടിയാണ് ഈ സർഗം ദാമു. ദാമുവിൻ്റെ ഒരു ഫോട്ടോ പ്രദർശനം പൊട്ടണശ്ശേരി ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും നടത്താറുള്ളതാണ്. ഇത്തവണ അത് തുടങ്ങിയെങ്കിലും അത് പലരും ഇടപെട്ട് പാതി വഴിക്ക് അവസാനിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി നിഷേധിക്കുന്ന നിലയിലുള്ള ചില നീക്കങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നടക്കേണ്ടുന്ന ഒരു പരിപാടി കാറമേൽ ഉണ്ടായിരുന്നു. കാറമേൽ എയ്ഡഡ് LP സ്കൂളും അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബും ചേർന്ന് കുട്ടികൾക്ക് ഒരു നാടക പരിശീലന കളരി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. അത് ഇന്ന് നടക്കേണ്ടുന്ന പരിപാടിയാണ്. അതിൽ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഈ സർഗം ദാമുവാണ്. അയാൾ നാട്ടകിൻ്റെ സംസ്ഥാനതല പ്രവർത്തകൻ കൂടിയാണ്. ഇന്നലെ ഇടപെട്ടുകൊണ്ട് സർഗം ദാമുവിനെ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയാലേ ആ പരിപാടി നടത്താൻ പാടുള്ളൂ എന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ആ കളരിയിൽ പങ്കെടുക്കേണ്ടുന്ന മറ്റുള്ളവർ, ഉദ്ഘാടകനും ക്ലാസ് എടുക്കേണ്ടുന്ന മറ്റാളുകളും ഇയാളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിപാടിക്ക് ഞങ്ങൾ സന്നദ്ധമല്ല എന്നറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ന് ആ പരിപാടി മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ തുടർച്ചയായി ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഊരുവിലക്ക് എന്നതൊന്നും ഈ കാലത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ ആളുകളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈക്ക് കത്തിച്ച സംഭവമായാലും കണ്ണപുരത്ത് റീത്ത് വെച്ച സംഭവമായാലും പിന്നീട് നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമെന്ന് പറയുന്നത് ഇതവർ തന്നെ കത്തിച്ചതാണ് എന്നാണ്. അങ്ങനെ ഒരു വിവരമുള്ള ആളുകൾക്ക് ആ വിവരം പോലീസിന് കൈമാറാലോ. ആരാണ് കത്തിച്ചത് എന്നത് കണ്ടെത്തി ആരായാലും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.